പക്ഷേ അമിത്ഷാ തിരുവനന്തപുരത്തെത്തി, ഇന്നലെ രാത്രി തന്നെ എത്തി. അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു അഹമ്മദാബാദ് മോഡൽ കേരളം കീഴടക്കൽ പറഞ്ഞാൽ, അവിടെ ഗുജറാത്തിൽ ആദ്യം വരെ അഹമ്മദാബാദ് കോർപ്പറേഷനാണ് ജയിച്ചത്. ആ വിജയം സംസ്ഥാനത്തൊട്ടാകെ ഒരു വിജയമാക്കി മാറ്റി. ഒരു മിക്കവാറും അത്തരം ഒരു ഉപദേശമായിരിക്കും പ്രവർത്തകർക്കും അവിടെ കോർപ്പറേഷനിൽ ജയിച്ച പ്രതിനിധികളുടെ യോഗമുണ്ട്, അതിലും എല്ലാം അദ്ദേഹം ഉന്നയിക്കാനുള്ള സാധ്യത. പക്ഷേ കേരളത്തിൽ ആ സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും. അല്ല, ഒന്നാമത് ഈ ഗുജറാത്ത് മോഡൽ അല്ല കേരളത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ആൻറ്റി ക്ലൈമാക്സാണ്. കേരളത്തിൽ ആദ്യം നിയമസഭയിലേക്ക് ജയിച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു സീറ്റാണെങ്കിൽ പോലും അത് കഴിഞ്ഞ് ലോക്സഭയിലേക്ക് ജയിച്ചു, അത് കഴിഞ്ഞിട്ട് പല മുനിസിപ്പാലിറ്റികൾ അതിന് മുമ്പേ പിടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നത്. അപ്പോൾ അഹമ്മദാബാദ് മോഡലിൽ എന്താണെന്ന് വെച്ചാൽ ഗുജറാത്തിൽ ആദ്യമായി BJP ജയിക്കുന്നത് അഹമ്മദാബാദ് കോർപ്പറേഷനാണ്, അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേറ്റ് പിടിക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഒരു അപകടം എന്താ വെച്ചാൽ, ഇപ്പോൾ അമിത്ഷാ എല്ലാ പ്രാവശ്യവും ഇത്തരം പ്ലാനുമായിട്ട് വരാറുണ്ട്. കോർപ്പറേഷൻ പിടിക്കാനല്ല, ഏതാനും നിയമസഭാ സീറ്റുകൾ പിടിക്കാൻ, പിന്നെ ലോക്സഭാ സീറ്റുകൾ പിടിക്കാൻ, കേരളം പിടിക്കാനൊക്കെയുള്ള അജണ്ട തീർച്ചയായിട്ടും അമിത്ഷാക്ക് ഉണ്ടാവുമല്ലോ. അമിത്ഷാ പാർട്ടി പ്രസിഡന്റ് ആയിരുന്ന കാലത്തെ അജണ്ട ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ റിസീവിങ് എന്താണ് സ്ഥിതി എന്ന്. അമിത്ഷാ സന്ദേശവുമായിട്ട് വരും, വേണമെങ്കിൽ സഹായവുമായിട്ട് വരും, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കലവറയില്ലാത്ത പിന്തുണയുണ്ടാകും, സാമ്പത്തികമായ പിന്തുണയുണ്ടാകും, ഒക്കെ ഉണ്ടാവും. അമിത്ഷാ ഒരു വാക്ക് പറഞ്ഞാൽ ഇന്ത്യയിലെ സകല കോർപ്പറേറ്റുകളും സഹായിക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ റിസീവിങ് എൻഡ് ഇതിനനുസരിച്ച് പ്രതികരിക്കാൻ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കേരളത്തിലെ BJPക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ടോ, സാധ്യമാണോ എന്നതാണല്ലോ ചിത്രം. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്നത് ശരിയാണ്, അത് കിട്ടി, ചെറിയ നേട്ടമല്ല. പക്ഷെ ഒക്കെ ഈ ഒരു തവണ പിടിച്ച് അതോടുകൂടി അവസാനിക്കുന്ന ഒരു രീതിയാണല്ലോ കാണുന്നത്. നേമത്ത് ഒരിക്കൽ ജയിച്ചു, പൂർവാധികം ശക്തിയോടെ ആ സീറ്റ് CPM തിരിച്ചു പിടിച്ചു. ഇപ്പോൾ കോർപ്പറേഷനിലെ വിജയത്തിന് ശേഷം നിയമം വീണ്ടും കിട്ടുമെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കണക്ക് പറയുന്നുണ്ട്. അതേ സമയത്ത് ആ നിയമസഭാ സീറ്റിൽ പിന്നെ BJPക്ക് ജയിക്കാൻ ആയില്ല. ഒരിക്കൽ മാത്രം രാജഗോപാൽ ജയിച്ചു, അതൊരു ചരിത്രം കുറിച്ച് അങ്ങനെ നിന്നു. ലോക്സഭയിലേക്ക് ഒരിക്കൽ സുരേഷ് ഗോപി ജയിച്ചു. ആ ജയിച്ചിട്ട് ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് ഇപ്പോൾ അന്ന് നമ്മൾ കണ്ടതല്ലേ, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സകല നിയമസഭാ മണ്ഡലങ്ങളിലും BJP ലീഡ് ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്താ സ്ഥിതി? ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ പോകുന്നു, ആ നിയമസഭാ മണ്ഡലങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നു. ഒപ്പം BJPയുടെ കയ്യിലുണ്ടായിരുന്ന പന്തളം നഗരസഭ നഷ്ടപ്പെടുന്നു, കയ്യിലുണ്ടായിരുന്ന പാലക്കാട് നഗരസഭയിലെ ഭൂരിപക്ഷം എണ്ണം കുറയുന്നു, സീറ്റ് കുറയുന്നു. ഇതൊക്കെയാണ് ചിത്രം. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ BJPക്ക് ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി? 11 കൊല്ലമായി. ഈ 11 കൊല്ലത്തിന് ഉള്ളിൽ ചെയ്യാമായിരുന്ന ഒരു സ്വാഭാവികമായി നേടേണ്ടിയിരുന്ന വളർച്ച BJP കേരളത്തിൽ നേടിക്കാണിക്കുന്നില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, കേരളത്തിലെ 2 മുന്നണികൾക്ക് ബദലായി നിൽക്കാൻ മറ്റ് 2 മുന്നണികൾക്കും ഉള്ളതായി ജനം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ, ജനത്തിന് മടുത്തു കഴിഞ്ഞ ദൂഷ്യങ്ങൾ രാഷ്ട്രീയ സംസ്കാരത്തിൽ, ഭരണക്രമത്തിൽ, ഭരണ നടപടികളിൽ, ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ഒക്കെയുള്ള സകല ദൂഷ്യങ്ങളും അതിനേക്കാൾ കൂടിയ അളവിൽ BJPയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അമിത്ഷാ ആദ്യം ചെയ്യേണ്ടത്. അല്ലാത്ത കാലത്തോളം വലിയ പിന്തുണയും നിർദ്ദേശവും ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ഒരു ക്ഷണികമായ വിജയം ഉണ്ടായേക്കും. നരേന്ദ്രമോദി വന്നുണ്ടാക്കിയതാണ് തൃശ്ശൂരിലെ വിജയം. അമിത്ഷാ വന്നതുകൊണ്ട് ഇനി തിരുവനന്തപുരത്ത് അതിൻ്റെ ഗുണം കാണുമായിരിക്കും. പക്ഷേ അത് മതിയോ? കൺസിസ്റ്റൻ്റ് ആക്കി ആ വിജയം നിലനിർത്താൻ കേരളത്തിൽ BJPക്ക് ലീഡർഷിപ്പ് ഉണ്ടോ? അവർക്കതിന് സാധ്യതയുണ്ടോ? കളങ്കമില്ലാത്ത ലീഡർഷിപ്പ് ഉണ്ടോ? 2, ജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ള, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സ്വീകാര്യതയുള്ള നേതൃത്വമുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങൾ. അതുപോലെ BJPയുടെ സംഘടനാ മെഷീനറി കുറ്റമറ്റതാണോ? അത് ചലിക്കുന്നുണ്ടോ? ജനങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ? ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടോ? അതല്ല, അതാത് കാലത്ത് ഇലക്ഷൻ വരുമ്പോൾ കാണുന്ന ഒരു ഷോ മാത്രമാണോ? പാർട്ടിക്ക് അടിവേരുകളുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ്. അമിത്ഷാ അത് പരിശോധിക്കുമെങ്കിൽ നല്ലതാണ്. ഈ അമിത്ഷാ ഇവിടെ വരുമ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ അമിത്ഷായെ സംബന്ധിച്ച് BJPയിൽ ഒരു രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ വേണമെങ്കിൽ അവർ വിശേഷിപ്പിക്കും. സ്വാഭാവികമായിട്ടും കേരളത്തിലേക്ക് വരുന്നു, കേരളത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുന്നു. മാഷ് പറഞ്ഞ തന്നെയാണ് പ്രശ്നം. ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും, അപ്പോൾ UDFനും LDFനും ഉള്ളതുപോലെ സ്വീകാര്യരായ എത്ര നേതാക്കൾ BJPക്കുള്ളിലുണ്ട്?
എല്ലാ പാർട്ടികളിലും നേതാക്കൾ തമ്മിലടി ഉണ്ടാകും, ഗ്രൂപ്പിസം ഉണ്ടാകും, അതൊക്കെ ഉണ്ടാകും. പക്ഷേ BJP അതിൻ്റെ അളവ് കുറച്ചുകൂടി കൂടുതലാണോ? ജനങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. എന്നിട്ട് പോലും നമുക്ക് ഇവിടെ ഒരു MLA സൃഷ്ടിക്കാൻ കഴിഞ്ഞു, ഒരു MPയെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്ന് BJP അവകാശപ്പെടുന്നത് ശരിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് BJP കൃത്യമായിട്ട് വളർന്നോ? നേതാക്കളാകാൻ അല്ലാതെ ഈ താഴെ തട്ടിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രവർത്തകരുള്ള ഒരു പാർട്ടിയായിട്ട് BJPക്ക് മാറാൻ കഴിഞ്ഞുണ്ടോ? ഇതാണ് പ്രധാനമായിട്ട് ഉയർന്ന ചോദ്യം. അമിത്ഷാ വന്നേച്ച് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 20ഓളം സീറ്റിൽ BJPക്ക് നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. ഇത് കൃത്യമായിട്ട് നടപ്പാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ 20 സീറ്റ് ഉറപ്പായിട്ടും BJPക്ക് കിട്ടും. പക്ഷേ ആ ഉറപ്പായിട്ട് BJPക്ക് കിട്ടണമെങ്കിൽ താഴെ തട്ടുള്ള പ്രവർത്തനം കൃത്യമായിട്ട് കൊണ്ടുപോകണം. BJPക്ക് സ്വീകാര്യരായ നേതാക്കളില്ല എന്ന് ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞപ്പോഴാണ് ഒരുപാട് IPS ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഉന്നത പദവിയിലിരുന്ന ആളുകളൊക്കെ തന്നെ BJP തങ്ങളുടെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവരുന്നു. BJPയിൽ അംഗത്വം കൊടുത്തു. പക്ഷേ അവർക്ക് ഈ നിലവിലുള്ള നേതാക്കൾക്കൊപ്പം പ്രവർത്തിക്കാൻ എവിടെയോ കഴിഞ്ഞിട്ടില്ല. ഒന്നുകിൽ പഴയ നേതാക്കൾ ഇവർക്ക് അവസരം കൊടുത്തില്ല, അല്ലെങ്കിൽ തമ്മിലടി ഉണ്ടായി. ഈ തമ്മിലടി തിരിച്ചറിഞ്ഞ് അത് തിരുത്തി മുന്നേറിയില്ലെങ്കിൽ BJPക്ക് ഇപ്പം അമിത്ഷാ അല്ല നരേന്ദ്രമോദി വന്നാലും പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നില്ല. പക്ഷേ അമിത്ഷാ എന്ന് പറയുന്ന ആൾ കൃത്യമായ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു നേതാവ് തന്നെയാണ്. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ വെച്ചു. ഈ രാജീവ് ചന്ദ്രശേഖർ എന്താ ചെയ്യുന്നത് വെച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പിടിക്കാനായിട്ട്, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ അത് പിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലൂന്നിയാണ് പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. അവിടെ താഴെത്തട്ടുള്ള പ്രവർത്തനം നടത്തി അത് ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു. അങ്ങനെ ഓരോ ജില്ലയിലും കൃത്യമായ പ്രവർത്തനം നടത്തിയാൽ ഒരു പക്ഷേ BJPക്ക് മുന്നേറാം. അപ്പം BJPക്ക് തന്ത്രങ്ങളുണ്ട്. അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ എവിടെയോ പിഴവുണ്ട്. ഇപ്പോൾ 20 സീറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഒപ്പം തന്നെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കുറേ അധികം മണ്ഡലങ്ങളുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് മാറി പറഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് ഈ നേരത്തെ പറഞ്ഞ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തതാണ് BJP നേരിടുന്ന പ്രശ്നം. അമിത്ഷായ്ക്ക് എങ്ങനെ കേരളത്തിലെ നേതാക്കളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ പറ്റും, അല്ലേ? തീർച്ചയായിട്ടും അത് പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് അമിത്ഷാ നിയോഗിച്ച ആളാണ് ഈ രാജീവ് ചന്ദ്രശേഖർ. അമിത്ഷാ എന്ന് പറയുന്ന ഒരൊറ്റ ആളല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ വലിയൊരു തിങ്ക് ടാങ്ക് വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. അവരെല്ലാം കൂടെ ചേർത്താണ് സ്ട്രാറ്റജി നിശ്ചയിക്കുന്നത്. പലപ്പോഴും അത് വിജയപ്രാപ്തിയിൽ എത്താൻ കാരണം അതാണ്. ഈ പ്രാവശ്യം രാജീവ് ചന്ദ്രശേഖരനെ നിർത്തിയപ്പോൾ പറഞ്ഞ വൈകാരിക വിഷയങ്ങളൊന്നും വേണ്ട, കറക്റ്റായിട്ട് അദ്ദേഹം പാലിച്ചു. ശബരിമലയൊന്നും ഒരു വിഷയമാക്കുകയില്ലെന്നും പറഞ്ഞു. വികസനം മാത്രമാണ് ജൻസിക്ക് മനസ്സിലാവുന്ന ഭാഷയിലുള്ള വികസനം. ആ ഒരു വികസനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ പ്രാവശ്യം. അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുന്നത് തിരുവനന്തപുരം മാത്രമാണ് എന്നും നമുക്ക് മനസ്സിലാവുന്നു. തിരുവനന്തപുരം മാത്രമേ അവർ ഫോക്കസ് ചെയ്തുള്ളൂ. തൃശ്ശൂരിലോട്ടോ അല്ലെങ്കിൽ മറ്റേതങ്ങളിലോട്ടോ ഒന്നും അവരുടെ ഒരു ഫോക്കസോ അല്ലെങ്കിൽ ത്രസ്റ്റോ പോയില്ല. തിരുവനന്തപുരം പിടിക്കുക എന്നുള്ള അങ്ങ് പറഞ്ഞ പോലുള്ള ഏകമാത്ര ലക്ഷ്യമായിരുന്നു. അതവർ സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഓപ്പറേഷൻ സക്സസ്ഫുൾ എന്നാണ് പറയേണ്ടത്, ഇവർ തമ്മിൽ ചേർന്നുള്ള. അപ്പോൾ ഇവിടെ വൈകാരിക വിഷയങ്ങളൊന്നും ഉന്നയിച്ചില്ല. ഇത് BJP തന്നെ വലിയ വിമർശനമുണ്ടായി. ഇത് വിജയിക്കുമോ, ഈ വികസനവും കൊണ്ടുവന്നാൽ വോട്ട് കിട്ടുമോ എന്ന് BJPയിലെ മുതിർന്ന നേതാക്കൾ തന്നെ വിമർശിച്ചിട്ടും ആ ഒരു മുദ്രാവാക്യം കൊണ്ട് അദ്ദേഹത്തിന് ജയിക്കാനും പറ്റി. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോ, ഇന്ത്യയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ സംസ്ഥാനത്തും എല്ലാ പാർട്ടിക്കും പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളുണ്ട്. എന്താ കേരളത്തിൽ അത് വരാത്തത്? ഈ സ്ട്രാറ്റജിസ്റ്റുകൾക്ക് നന്നായിട്ട് അറിയാം. അവരുടെ കയ്യിലുള്ള സ്ട്രാറ്റജി ഒന്നും കേരളത്തിന് പാകമല്ല. കേരളത്തിന് 2 കാര്യങ്ങൾ വേണം. ഒന്ന്, സാറ് പറഞ്ഞ പോലെ നേർക്ക് നേരെ കേരളത്തിന് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ തയ്യാറാവണം. 2, കേരളത്തിൻ്റെ ഈ മനുഷ്യൻ്റെ ഒരുമിച്ചുള്ള ഇൻക്ലൂസീവായ ലൈഫിനെ അപായപ്പെടുത്തുന്ന, സമാധാനക്കേടുണ്ടാക്കുന്ന തീവ്രമായ അജണ്ടകൾ കേരളത്തിന് ഇഷ്ടമല്ല. അങ്ങനെ വരുമ്പോൾ 2 കാര്യങ്ങൾ ഇവർ ചെയ്യേണ്ടി വരും. ഒന്ന്, സ്ട്രെയിറ്റ് ആയിട്ട് ജനങ്ങളോട് ഇടപെടാൻ പറ്റണം ലീഡർഷിപ്പിന്. അതിൻ്റെ ഇടയിൽ തന്ത്രങ്ങളൊന്നും പ്രയോഗിച്ചിട്ട് യാതൊരു കാര്യമില്ല. ആ തന്ത്രങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ഇപ്പോൾ രാജേന്ദ്രൻ സാറിനോട് തന്ത്രം പ്രയോഗിക്കുന്നു, അഹമ്മദ് മാഷ് വരുന്നത് തന്നെ തന്ത്രം പ്രയോഗിക്കാനെന്ന് അറിഞ്ഞാൽ കഴിഞ്ഞല്ലോ. അതെ, പൊളിഞ്ഞു പോകുന്നൊരു സാധനമാണത്. അത് നോർത്ത് ഇന്ത്യക്കാർക്ക് പറ്റും. അവർ പാവങ്ങളാണ്, അവർക്ക് ഈ പറഞ്ഞ തന്ത്രവും കുതന്ത്രവും ഒന്നും അറിയില്ല, പോളി ട്രിക്സ് ഒന്നും അറിഞ്ഞൂടാ, സാധുക്കളാണ്. കേരളീയൻ അങ്ങനെയല്ല, നമ്മളിതിൻ്റെ ആശാന്മാരാണ്. സംശയം എന്താ ഉള്ളത്? ഒരു കാര്യം ഞാൻ ഈ ലീഡേഴ്സിനൊക്കെ പറയാറുണ്ട്, വേദിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളെക്കാൾ തന്ത്രവും കുതന്ത്രവും അറിയുന്നവനാണ് ഈ മുമ്പിലിരിക്കുന്ന 100 പേരും എന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. തന്ത്രങ്ങളുമായിട്ട് വരരുത്, നേർക്ക് നേരെ തുറന്ന മനസ്സുമായിട്ട് വരണം. രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ തിരുവനന്തപുരത്തേക്ക് അത് മനസ്സിലായി. ഇപ്പോൾ മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മനസ്സിലായി. കട്ടിച്ചാണല്ലോ അദ്ദേഹം അവിടെ തോറ്റുപോയത്. അദ്ദേഹം തോൽക്കുമായിരുന്നില്ല അവിടെ. ഈവൻ ശശി തരൂർ പോലും തോൽക്കുമായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ആയിട്ട് ജനങ്ങളെ, പുതിയ ജനറേഷൻ എന്താണോ വേണ്ടത് അവർക്ക് കൊടുക്കാൻ തയ്യാറാവണം. ഡെവലപ്മെൻറ്റിന് വേണ്ടി കേരളം ആഗ്രഹിക്കുന്നുണ്ട്, അത് കൊടുക്കാൻ തയ്യാറാവണം. അതായിരിക്കണം നയം. 2ാമത്തെ കാര്യം,
ആദ്യം ഇല്ലാതാക്കേണ്ടത് സിനുജി പറഞ്ഞ ആദ്യത്തെ കാര്യമാണ്. കേരളത്തിലെ BJP എന്ന പാർട്ടിയേക്കാളും വലുതാണ് അതിലെ ഗ്രൂപ്പിസം. ഓരോ പഞ്ചായത്തിലും ഗ്രൂപ്പല്ലേ, അത് ആലോചിക്കേണ്ടതല്ലേ, പരിശോധിക്കേണ്ടതല്ലേ അവർ? അത് ഇല്ലാതാക്കണം. 3, കഴിവുള്ള നേതാക്കന്മാർ ബ്യൂറോക്രസിയിൽ നിന്നൊക്കെ കടന്നു വരുന്നുണ്ട്, വന്നതിനേക്കാളും വേഗത്തിൽ പോകുന്നുണ്ട്. എന്തുകൊണ്ട്? ഈ ശ്രീധരേട്ടൻ എവിടെ പോയി? ജേക്കബ് തോമസ് വന്നല്ലോ, അതെ, എവിടെ പോയി? ഇപ്പോൾ ഈ മീഡിയ ഉള്ളത് കൊണ്ട് മാത്രം നിൽക്കുകയാണ് സെൻകുമാർ. അതെ, അങ്ങനെ മതിയോ? കൗൺസിലർ ആയതുകൊണ്ട് ഇപ്പോൾ ശ്രീലേഖ വന്നതിനേക്കാളും വേഗത്തിൽ അവർക്ക് മടുത്തു എന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചല്ലോ. എങ്ങനെ നിർത്താൻ പറ്റും? അതുകൊണ്ട് പാർട്ടിക്ക് പാർട്ടിയുടേതായ ഒരു വിഷൻ കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ഒപ്പം കേരളത്തിന് ചേർന്ന മട്ടിൽ BJPയുടെ അടിസ്ഥാന ആശയങ്ങളിൽ മാറ്റം വരുത്താതെ തന്നെ ഒരു കേരളൈസേഷൻ നടക്കേണ്ടതുണ്ട് BJPക്ക്. അത് എല്ലാ പാർട്ടിക്കും വന്നിട്ടുണ്ട്. ഇപ്പോൾ കൽക്കത്തയിലെ തെലുങ്കാനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ കേരളത്തിൽ വന്നത്. അല്ല, ജനാധിപത്യ രീതിയിൽ മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായിട്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ തിരഞ്ഞെടുത്തത്. അതെന്തുകൊണ്ടാണ്? കേരളത്തിന് ചേർന്ന മട്ടിൽ പെരുമാറാൻ പഠിച്ചു. അതുണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് അമിത്ഷാ അദ്ദേഹത്തിൻ്റെ ഭാരതീയ തന്ത്രങ്ങളുമായിട്ട് വന്നാൽ പോരാ, കേരളത്തിലേക്ക് കുറച്ച് കേരളീയ തന്ത്രങ്ങളുമായിട്ട് വരാൻ തയ്യാറാവേണ്ടി വരും. അത് അദ്ദേഹം മനസ്സിലാക്കും. നമ്മളെക്കാൾ ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ള മനുഷ്യനാണ്, അനുഭവങ്ങളുള്ള മനുഷ്യനാണ് അദ്ദേഹം. കേരളത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെപ്പോലെ കേരളത്തെ നിരീക്ഷിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ടാവണം. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം വന്നത് തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ നേടിയ BJP കൗൺസിലർമാരെ അനുമോദിക്കാനാണ്. നല്ല കാര്യം, തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം പിടിച്ചവർക്ക് ഇനി കേരളം പിടിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനാണ്. സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ മാത്രം പോരാ, ആ സൗകര്യങ്ങൾ വിനിയോഗിക്കാനുള്ള റിസീവിങ് എൻഡ് ഉണ്ടോ എന്ന് നോക്കണം. പാത്രം അറിഞ്ഞ് വിളമ്പണം എന്നല്ലേ സാർ? പഴയൊരു പ്രയോഗം ഉണ്ടല്ലോ അല്ലേ? പാത്രം അറിഞ്ഞ് വിളമ്പണം. ഓട്ടപാത്രത്തിൽ വിളമ്പിക്കൊടുത്തിട്ട് കാര്യമില്ല. വിളമ്പിക്കൊടുക്കാൻ വിശിഷ്ടമായ വിഭവങ്ങളാണ് വിളമ്പിക്കൊടുക്കുന്നതെങ്കിൽ ആ വിളമ്പിക്കൊടുക്കുന്നതിനെ നിലനിർത്താനും അതിനെ രുചികരമാക്കി മാറ്റാനും അത് കൃത്യമായി വിശക്കുന്ന വയറിലേക്ക് എത്തിക്കാനുമുള്ള പാത്രങ്ങൾ ശരിപ്പെടുത്തണം. കേരളത്തിലെ BJPയിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലും ബോധ്യമുള്ള, അദ്ദേഹത്തിൻ്റെ പോലും ഒരു ഡെവലപ്മെൻറ്റ് മനസ്സ് ഉൾക്കൊള്ളുന്ന എത്ര BJP നേതാക്കന്മാരുണ്ട് എന്ന കാര്യത്തിൽ തർക്കം എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സന്ദേഹങ്ങളുണ്ട്. അപ്പോൾ ഈ പാർട്ടിയേക്കാൾ വലുതാണ് നേതാക്കളെന്ന് കരുതുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അവരെ പുറത്താക്കാൻ അമിത്ഷാ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു മുൻകൈ എടുത്താൽ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ വളർച്ചയ്ക്ക് അത് ഗുണം ചെയ്യും. അപ്പോൾ അമിത്ഷാ അങ്ങനെ കർശനമായൊരു നിലപാട് എടുക്കും, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം എടുക്കുമെന്ന് അറിഞ്ഞാൽ തന്നെ ഭയപ്പെടുന്ന കുറച്ചധികം നേതാക്കൾ ഉണ്ടാവില്ലേ നമ്മളടിക്കുന്നത്? അപ്പോൾ അമിത്ഷാ ഇറങ്ങി ഈ നേതാക്കളെയൊക്കെ എടുത്ത് കളയുക അല്ലേ? ഇപ്പോൾ ഏതാണ്ട് എത്ര പേര്, ഞാനിപ്പോൾ നമ്മൾ നോക്കി നിൽക്കുകയല്ലേ സാർ BJPയിലേക്ക് ആളുകൾ വന്ന് കണ്ണന്താനം, എത്ര പേരുകൾ നമുക്ക് എണ്ണി പറയാൻ പറ്റും. വന്നതിനേക്കാൾ വേഗത്തിൽ പോയി. എന്തുകൊണ്ട് പോകുന്നു? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. കഴിവുള്ള ആളുകൾ, പ്രഗത്ഭന്മാരായ ആളുകൾ, വലിയ അനുഭവങ്ങളുള്ള ആളുകൾ വരുന്നു എന്ന ആരവം നമ്മൾ കേൾക്കുന്നു. ആ ആരവം അടങ്ങുന്നതിന് മുമ്പ് അവർ പോയി എന്നും നമ്മൾ അറിയുന്നു, നിശബ്ദരായിത്തീരുന്നു. ഇത് പരിശോധിക്കാൻ BJP അല്ലാതെ ആരാണ് തയ്യാറാവേണ്ടത്? അവർ പരിശോധിച്ചാൽ അവർക്ക് നല്ലത്. ഒരു കാര്യം ഉറപ്പാണ്, കേരളം UDFനും LDFനും അപ്പുറം ഒരു മൂന്നാം ശക്തിക്ക് വേണ്ടി കേരളം ദാഹിക്കുന്നുണ്ട്. പക്ഷേ അനുഭവങ്ങൾ NDA അല്ലെങ്കിൽ കേരളത്തിലെ BJP അവരെ നിരന്തരമായി നിരാശപ്പെടുത്തുന്നുണ്ട്. ആ വസ്തുത അമിത്ഷാ മനസ്സിലാക്കിയാൽ നല്ലതാണ്.